രണ്ടുപേരും മലയോര ഗ്രാമത്തിലെ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നാണ് രണ്ടുപേരും വിജയിച്ച് വന്നിരിക്കുന്നത്. രണ്ടാമത് വീണ്ടും ഒരിക്കൽ കൂടി. അപ്പം മലയോര കർഷകരുടെ ഒരു വലിയ വേദനകൾ നിങ്ങളോട് പറയുകയും നിങ്ങളതിൽ ഇടപെടുകയും ചെയ്തതാണ്. വീണ്ടും ഒരിക്കൽ കൂടി പാർലമെൻറ്റിലേക്ക് പുതിയതായിട്ട് നിങ്ങൾ ചെല്ലുമ്പോൾ നിങ്ങൾ എന്തുമാത്രമാണ് അതിനെ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ശബ്ദമുയർത്താനായിട്ട് പോകുന്നത്? അല്ല, മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ നേരിട്ട് കണ്ടും അറിഞ്ഞും അനുഭവിച്ചും വരുന്ന ജനപ്രതിനിധികളാണ് ഞങ്ങൾ രണ്ടുപേരും. യഥാർത്ഥത്തിൽ അവിടെ ജീവിക്കുന്ന പാവപ്പെട്ട കൃഷിക്കാർ അവർ മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്കുള്ള ഒരു നൂൽപ്പാലത്തിലൂടെ നടന്നു പോവുകയാണ്. അവർക്കാരാണ് സംരക്ഷണം? ഒരു വശത്ത് വന്യമൃഗങ്ങളുടെ കടന്നാക്രമണം, മറുവശത്ത് ഫോറസ്റ്റുകാരുടെ ഉപദ്രവങ്ങൾ. അവർ ജീവിക്കുന്ന മണ്ണിൽ എന്തെങ്കിലും ഒന്ന് നട്ടു വളർത്താൻ അവർക്ക് പറ്റത്തില്ല. മലയോര മേഖലയിലെ ആളുകൾ കൃഷിക്കാരല്ലേ, അവരെങ്ങനെയാണ് ജീവിക്കുന്നത്? കപ്പ, ചേന, ചേമ്പ്, കാച്ചിൽ, ഒരു സീസണിലെ പിന്നെ ചക്ക, തേങ്ങ, ഇതൊക്കെയല്ലേ അവരുടെ. ഒന്നും അവർക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്നിൽ കുരങ്ങ്, അല്ലെ കാട്ടുപന്നി, അല്ലെ കാട്ടാന, ഇതെല്ലാം ഒന്ന് നശിപ്പിക്കുകയാണ്. അവരുടെ ജീവന് തന്നെ സുരക്ഷിതത്വമില്ല. വിഷപ്പാമ്പുകളുടെ കൂടാണ്. ഇപ്പോൾ ആരും വിഷപ്പാമ്പുകളെ പോലും കൊല്ലുന്നില്ല വർഷങ്ങളായിട്ട്. അത് ഇപ്പം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഞാൻ ഈ മലയോര മേഖലയിലെ വീടുകളിലൊക്കെ ചെന്നപ്പോൾ അവിടുത്തെ അമ്മമാരൊക്കെ വളരെ വിഷമത്തോടെ ഒന്ന് പറയും, വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഞങ്ങൾ വാതിലടയ്ക്കും. പിന്നെ ഈ വീടിന് ചുറ്റും പാമ്പ് ഈ അവരുടെ ശീൽക്കാരത്തോടെ ഓടുന്ന ഒച്ചയാണ് കേൾക്കുന്നത്. ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത് നിങ്ങൾ അറിയുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ദയനീയമായ സാഹചര്യമാണ്. ഇതിൻ്റെ അകത്ത് ആദ്യം തൊട്ടേ ഞാൻ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. വന്യമൃഗം എന്ന് പറയുന്നത് വനത്തിനുള്ളിൽ ജീവിക്കേണ്ടതാണ്. വനത്തിന് പുറത്ത് വരുന്ന ഒരു ജീവി വന്യമൃഗമായിട്ട് അങ്ങനെ അംഗീകരിക്കുന്നത്? ഇപ്പോൾ കാട്ടുപന്നി 40 കിലോമീറ്റർ 50 കിലോമീറ്റർ വനത്തിൽ നിന്ന് പുറത്ത് വന്ന് അവിടെ പെറ്റ് പെരുകി മനുഷ്യർക്ക് ജീവിക്കാൻ വയ്യാത്ത സാഹചര്യം ഉണ്ടാകുകയാണ്. വർഷങ്ങളായി നാട്ടിൽ ജീവിക്കുന്ന പന്നി എങ്ങനെയാണ് കാട്ടുപന്നിയാകുന്നത്? അപ്പം ഇതൊക്കെ ഒരു തീരുമാനത്തിൻ്റെ അഭാവമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ശക്തമായ അവിടെ ഈ വനത്തിനുള്ളിൽ ജീവിക്കുന്ന വന്യമൃഗങ്ങളെ തന്നെ പെരുകുമ്പോൾ നിശ്ചിത ശതമാനത്തിന് വെടിവെച്ച് കൊള്ളണമെന്നുള്ളതാണ് അമേരിക്കയിലും ന്യൂസിലൻഡിലും ഓസ്ട്രേലിയയിലും സകല നാട്ടിലുമുള്ള തീരുമാനം. അപ്പോൾ ഇവിടെ മനുഷ്യനെ കൊന്നൊടുക്കിക്കോട്ടെ, വന്യമൃഗങ്ങൾ നിലനിൽക്കട്ടെ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇവിടെ അത്തരത്തിലുള്ളൊരു തീരുമാനം ഉണ്ടാകണം. പാവപ്പെട്ട കൃഷിക്കാരൻ്റെ ജീവിതം ഇങ്ങനെ പന്താടാൻ അനുവദിക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. പ്രത്യേകിച്ച് ഈ പ്രതിപക്ഷത്തിന് കൂടുതൽ പ്രാതിനിധ്യം വരുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇനി വരാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതലായിട്ട് പറഞ്ഞ പോലെ നമ്മുടെ മലയോര കർഷകർക്ക് വേണ്ടി എന്തുമാത്രം നമുക്ക് പ്രവർത്തിക്കാൻ പറ്റും സാറേ? തീർച്ചയായും ഞങ്ങൾ ഈ കാര്യത്തിൽ കഴിഞ്ഞ അവസരത്തിൽ നല്ല നിലയിൽ തന്നെ ഇടപെട്ടിട്ടുണ്ട്. ഇനിയും അതങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം പ്രതിപക്ഷം കുറേയധികം ശക്തിപ്പെടുകയും അതിൻ്റേതായ നിലയിൽ സർക്കാരിൻ്റെ പാളിച്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മുൻപോട്ട് പോകും. ഇത്തരം വിഷയങ്ങളിൽ പലപ്പോഴും കർഷകരുടെ പ്രശ്നങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിക്കുമ്പോൾ വേണ്ടത്ര പിന്തുണ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടാറില്ലായിരുന്നു. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ച വിഷയത്തിൽ തന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ അമെൻമെൻറ്റ് ആക്ട് 2022 പാസ്സാക്കിയത്. വെർമിൻ ലിസ്റ്റ് അവർ എടുത്തു കളഞ്ഞു. അപ്പോൾ ഞങ്ങളത് ചൂണ്ടിക്കാണിച്ചതാണ്, വെർമിൻ ലിസ്റ്റ് എടുത്തു കളയരുത്, അതവിടെ നിലനിർത്തണം. ക്ഷുദ്രജീവികളെ എന്നുള്ള ഗണം അവിടെ നിലനിർത്തി എങ്കിൽ മാത്രമേ ആ ഗണത്തിൽപ്പെട്ട ജീവികൾക്കെതിരെ ഒരാൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു സ്വയം രക്ഷാർത്ഥമുള്ള ഒരു നടപടിയെങ്കിലും സ്വീകരിക്കാൻ പറ്റത്തുള്ളൂ, വെടിവെച്ച് കൊല്ലാനൊക്കെ പറ്റത്തുള്ളൂ. ഷൂട്ട് അറ്റ് സൈറ്റാണ്. അപ്പോൾ അത് എടുത്തു കളയുകയാണ്. ആ ഒരു അധികാരം അല്ലെങ്കിൽ ആ ഒരു അവകാശം നിഷേധിക്കുകയാണ്. അപ്പോൾ അതിനെതിരെ ഞങ്ങൾ പ്രതികരിച്ചു. പക്ഷേ അതിന് വേണ്ടത്ര പരിഗണന കിട്ടിയില്ല. പക്ഷേ ഇനിയുള്ള ഒരു പ്രവർത്തനങ്ങളിൽ, പ്രതിപക്ഷ പ്രവർത്തനങ്ങളിൽ കുറേയൊക്കെ മെച്ചപ്പെട്ട നിലയിൽ ഒരുമിച്ച് ശബ്ദമുയർത്താൻ സാധിക്കും. പാർലമെൻ്ററി കമ്മിറ്റികളിൽ ഇടപെടാൻ സാധിക്കും. ജനവികാരം കൂടുതലായി പ്രതിഫലിപ്പിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു നിലയിൽ തന്നെ ജനങ്ങളുടെ അവകാശങ്ങൾ സാധിക്കുന്നതിന് വേണ്ടി, പ്രത്യേകിച്ചും കർഷകരുടെ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ ഒരു ഇടപെടൽ ഇത്തവണത്തെ പ്രതിപക്ഷ പ്രവർത്തനത്തിലൂടെ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ഈ നിമിഷമുള്ളത്. രണ്ടുപേരോട് ഒരു ചോദ്യം കൂടെ. പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ ക്രിസ്ത്യൻസിൻ്റെയൊക്കെ സൺഡേകളിലൊക്കെ വരുന്ന ടെസ്റ്റുകൾ, വർക്കുകളൊക്കെ അത് പലപ്പോഴും നമ്മുടെ ആരാധനകൾക്കൊക്കെ വലിയ തടസ്സം നേരിടുന്നു. പല ക്രിസ്ത്യാനികളുടെയും ഒക്കെ വലിയൊരു മുറിവാണത്. പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ് അത് ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം അതൊരു സ്വരം ഉയർത്താനായിട്ട്, അതിനുവേണ്ടി ശബ്ദിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും? അത് ലഭ്യമായ അവസരങ്ങളിൽ ഞങ്ങളെല്ലാം അതിനകത്ത് ജാഗ്രതയോടുകൂടി ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ മുമ്പ് സംസാരിച്ചതാണ്, വർദ്ധിതമായ ഭൂരിപക്ഷത്തിൻ്റെ ധാർഷ്ട്യത്തിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ പരിപൂർണമായി നിഷേധിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ
കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നതിന് മുൻപ് കർണാടക മുതൽ അങ്ങ് ഉത്തരാഖണ്ഡ് വരെയുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ടായിട്ടുള്ള ക്രിസ്ത്യൻ വേട്ടകൾ, ക്രിസ്ത്യാനികൾക്കെതിരെയുള്ള വേട്ടകളെ സംബന്ധിച്ചുള്ള കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്സ് ഇതെല്ലാം ഞങ്ങൾ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള ഒരു ഇപ്പം എത്രയോ ധാരാളം നമ്മുടെ സിസ്റ്റേഴ്സ്, നമ്മുടെ വൈദികരൊക്കെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പോയി കഷ്ടപ്പെടുകയും അവരെ ആ BJP ഗവൺമെൻറ്റുകൾ നിഷ്ഠൂരമായി മർദ്ദിക്കുകയും എന്ന് വെച്ചാൽ ഗവൺമെൻറ് സംവിധാനം തന്നെ ദ്രോഹിക്കുന്ന ആൻറ്റി കൺവെൻഷൻ ലോയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ ആളുകളെ ജയിലിനുള്ളിലാക്കി ഒക്കെയുള്ള ഒരു സംവിധാനം ഉണ്ടായി. യാതൊരു നീതിയും അവിടെ BJP ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. സമാനമായ വിധത്തിൽ കേരളം ഭരിക്കുന്ന ഗവൺമെൻറ്റും തക്കം കിട്ടുമ്പോഴൊക്കെ ആൻറ്റി ക്രിസ്ത്യൻ ഇടപെടലുകളുമായി, പ്രത്യേകിച്ചും അവധികളിൽ പോലും ജോലി ചെയ്യിപ്പിക്കുക, പരീക്ഷ നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു സംവിധാനത്തിലേക്ക് കേരള ഗവൺമെൻറ് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ നമ്മുടെ പേപ്പർ വാല്യുവേഷൻ്റെ സമയത്ത് നമ്മുടെ അധ്യാപകർ അവർ വലിയ വിഷമത്തിലായിരുന്നു. അവർക്ക് സംസ്ഥാനത്ത് നിന്നും ഇങ്ങനെ ഒരു തിരിച്ചടി ഉണ്ടാകും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂനപക്ഷ വിരുദ്ധ സമീപനം ഉണ്ടാകുമെന്ന് നമ്മളാരും കരുതിയതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം ശക്തമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തൊരു പരിഹാരം. അത് ശക്തമായ നിലയിൽ തന്നെ ആ അവസരം നമ്മൾ ഉപയോഗിക്കുമെന്നുള്ളതാണ് പറയാറ്. സാറിൻ്റെ വിജയം ഞങ്ങൾക്ക് വളരെ പക്കയായിരുന്നു. പക്ഷേ സാറേ, പ്രത്യേകിച്ച് അനിൽ ആൻ്റണിയും ഡോക്ടർ തോമസ് ഐസക്കൊക്കെ അങ്ങേക്കൊരു ഭീഷണിയായിട്ട് മുന്നിൽ വന്നിരുന്നോ? അതുപോലെ തന്നെ ആ റിസൾട്ട് വന്ന് ഞാനവിടെ പോയി റിപ്പോർട്ട് ചെയ്യാനായിട്ട് വന്നതാണ് അന്നത്തെ ദിവസം. പ്രത്യേകിച്ച് അവരാരും ഒരു പ്രാവശ്യം പോലും അങ്ങയുടെ മുകളിലേക്ക് വന്നില്ല, ലീഡിങ്ങിലേക്ക് വന്നില്ല. അപ്പോൾ അത് അത്രമാത്രം ഒരു വിശ്വാസത്തോടുകൂടിയാണ് അങ്ങ് ഇപ്പോൾ പത്തനംതിട്ട തിരഞ്ഞെടുത്തിരിക്കുന്നത്. എങ്ങനെ അതിനെ നോക്കിക്കാണ് സാർ? പത്തനംതിട്ട എന്ന് പറയുന്ന ഒരു മിനി ഇന്ത്യയാണ്. ഇന്ത്യയിലെ എല്ലാ ജാതിയും മതവും സമൂഹവും വിശ്വാസവും എല്ലാം അതിൻ്റെ എല്ലാ അഗ്രസീവായ മൂഡിൽ നിൽക്കുന്നൊരു പ്രദേശമാണ്. അവിടെ എല്ലാവരുടെയും വിശ്വാസം ആർജിച്ചുകൊണ്ടേ നമുക്ക് ജയിക്കാൻ പറ്റും. അവിടെ ചെറിയ പിന്നെ സോഷ്യൽ ഗ്രൂപ്പുകളും കമ്മ്യൂണിറ്റിയും ഉൾപ്പെടെ എല്ലാവരും ഉണ്ട്. അപ്പം നമ്മുടെ കോൺഗ്രസിൻ്റെ അടിസ്ഥാന നയം എന്ന് പറയുന്ന ആ മതനിരപേക്ഷതയും മതേതരത്വവും അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ എല്ലാവരുമായിട്ട് എനിക്ക് പുലർത്താൻ കഴിഞ്ഞിട്ടുള്ള വലിയ സൗഹൃദബന്ധം, സ്നേഹബന്ധം. അതുകൊണ്ട് ഒരു ചെറുതോ വലുതോ ആയിട്ടുള്ള ഒരു സമുദായം പോലും ഒരു തെരഞ്ഞെടുപ്പിലും എനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. അവരുടെ എല്ലാ സഹായങ്ങളും എനിക്കുണ്ടായിട്ടുള്ളൂ. അപ്പം ആ ഒരു പിന്നെ സോഷ്യൽ എൻജിനീയറിങ് എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ അവിടുത്തെ എല്ലാ ആളുകളുമായി പുലർത്താൻ കഴിഞ്ഞ നല്ല ബന്ധം, പിന്നെ സാധാരണക്കാരെ, കൃഷിക്കാർ, അവരൊക്കെ ആയിട്ട് പുലർത്താൻ കഴിഞ്ഞ നല്ല ബന്ധമാണ് ഇതിൻ്റെ അടിത്തറ. പക്ഷേ സ്ഥാനാർത്ഥി വളരെ ശക്തനായിരുന്നു. കാരണം അദ്ദേഹം മറ്റ് സ്ഥാനാർത്ഥികൾ കാണാത്തൊരു പ്രചരണ ശൈലിയാണ് അദ്ദേഹം ഒരു വർഷമായി ഫീൽഡില്ല. അവിടെ വന്നു മുഴുവൻ കുടുംബശ്രീക്കാരെ സംഘടിപ്പിച്ചു, തൊഴിലുറപ്പുകാരെ സംഘടിപ്പിച്ചു, അവിടുത്തെ പിന്നെ ഹരിതസേനക്കാരെ സംഘടിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ KDISC അടക്കം, പിന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തടക്കം, അധ്യാപക സംഘടനകളടക്കം, ഇങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള നൂറുകണക്കിന് സംവിധാനങ്ങൾ ഒരേ സമയം ഒരു വർഷമായിട്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. ആ വർക്കിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതായിരുന്നു അവിടെ എല്ലാവർക്കും ഉണ്ടായിരുന്ന ആശങ്ക. അതിനെ അതിജീവിക്കാൻ ഈ എല്ലാവരുമായിട്ടുള്ള പത്തനംതിട്ടയൊക്കെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് എല്ലാ കുടുംബങ്ങളും വളരെ ശക്തമാണ്, കുടുംബ യോഗങ്ങൾ വളരെ ശക്തമാണ്. അപ്പം അവിടുത്തെ ആയിരക്കണക്കിന് കുടുംബ യോഗങ്ങളുണ്ട്. അവരൊക്കെ ആയിട്ടുള്ള വലിയ ഊഷ്മളമായ ബന്ധം, അത് സമൂഹങ്ങളുമായിട്ടുള്ള ബന്ധം, ഇതെല്ലാം ചേർന്ന് ഉണ്ടാക്കുന്നൊരു കാര്യം കൂടി ആഡ് ചെയ്യുമ്പോഴാണ് അവിടെ പൊളിറ്റിക്കലി ആയിട്ട് നമുക്ക് വിജയിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് നല്ലൊരു വിക്ടറി നേടിയെടുക്കാൻ കഴിഞ്ഞത്.